നാരായണ നാരായണ. ഗുരുവായൂരപ്പ. ശ്രീമദ്ഭാഗവത മഹാപുരാണം ഏകാദശസ്കന്ധം 20-ാം അധ്യായം. ഓം. വേദം ഭഗവാന്റെ വാക്ക്. ആ വേദത്തിൽ വിധിയും പറഞ്ഞു, നിഷേധവും പറഞ്ഞു. അപ്പോൾ ഗുണദോഷം അറിയാതെ കണ്ട് തെറ്റ് ചെയ്താലോ, ഗുണദോഷങ്ങൾ അറിഞ്ഞിട്ട് തെറ്റ് ചെയ്താലോ, കലികാലത്തിൽ സ്വതേ അറിഞ്ഞിട്ട് അത്രയും തെറ്റ് ചെയ്യുക. അപ്പോൾ അറിയാണ്ട് തെറ്റ് ചെയ്താൽ പോലും മോക്ഷനഷ്ടമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ളവർ കുറേശ്ശൊക്കെ അറിഞ്ഞിട്ടും തെറ്റ് ചെയ്യുന്നില്ലേ എന്ന് സ്വയം വിമർശനം നടത്തണം. കുറേശ്ശൊക്കെ വേണ്ടി വരും എന്നാണ്. കുലധർമ്മം, അതേപോലെ ആശ്രമധർമ്മം ഒക്കെ ചിലപ്പോൾ പിഴയ്ക്കാറുണ്ട്. കർമ്മവും ജ്ഞാനവും ഉപാസനയും ഭക്തിമാർഗത്തിലൂടെ ചരിക്കുകയാണെങ്കിൽ അതിന് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷേ അത് ഭക്തി വേണ്ടത്ര ലഭിക്കുന്നില്ല. കാരണം ദേഹത്തിന് വേണ്ടത് നഷ്ടപ്പെട്ടുവച്ചാലോ എന്ന പരിഭ്രമം. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ, ഉത്തരവാദിത്തങ്ങൾ, കടമകളൊക്കെ വേണ്ടാന്ന് വയ്ക്കുത്രേ. നമ്മുടെ സ്വന്തം അനുഭവം കൊണ്ട് നമുക്കറിയാലോ, പലതും നമ്മൾ ചെയ്യാൻ പറ്റാതെ കണ്ട് വേണ്ട എന്ന് വയ്ക്കുന്നതുണ്ട്. കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും, ഒന്ന് പരിശ്രമിച്ചാൽ സാരല്ലയോ എന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വയ്ക്കുന്നുണ്ട്. അതിലൊക്കെ പെടും ഈ ക്ഷേത്ര ദർശനങ്ങൾ നിത്യം ചെയ്യുന്നത്, അതേപോലെ അച്ഛനമ്മമാരെ നോക്കൽ, മുത്തശ്ശന്മാരെ നോക്കൽ, അതേപോലെ ഇപ്പം അത് പറയാൻ പാടുമല്ലോ നിശ്ചയില്ല. അതായാലും 2.5 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ എഴുത്തിനിരുത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കിൻഡർ ഗാർഡനിലേക്ക് പറഞ്ഞയക്കും, ഒരു ശീലം വരാനായിട്ട്. അപ്പോൾ അത് ഭാഗവത പ്രകാരം അത് ശരിയല്ല എന്നാണ്. 5 വയസ്സ് വരെ അമ്മ കൂടെ വേണമെന്നൊരു നിയമമുണ്ട്. അപ്പോൾ ആ നിയമത്തെ നമ്മൾ പാലിക്കുന്നില്ല. അപ്പോൾ അതൊരു വിധിയെ നിഷേധിക്കലല്ലേ ഭാഗവത പ്രകാരം. മറ്റ് നമുക്കിപ്പോൾ പൂർണ്ണമായിട്ട് പറയാൻ നമുക്കറിയില്ല, അത്രയ്ക്കുള്ള വിവരമില്ല. ഇപ്പോൾ ഇവിടെ അറിഞ്ഞും അറിയാതെയും തെറ്റ് ചെയ്യണു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. ശ്രദ്ധയോടും വിശ്വാസത്തോടും വിനയത്തോടും ശുശ്രൂഷ ഭാവത്തോടും സമർപ്പിത ഭാവത്തോടും വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. മനസാ വചസാ കർമ്മണ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളോടായാലും വലിയവരോടായാലും ഇനി ഒപ്പമുള്ളവരോടായാലും ഗുരുക്കന്മാർ, മുത്തശ്ശന്മാർ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ടതായിട്ടുള്ള വന്ദനീയർ, അവരെയും ഒരേപോലെ നമ്മൾ സേവനം ചെയ്ത് അങ്ങനെ മതിയാവില്ല. എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വിധിച്ചതെന്തോ അത് തന്നെ ചെയ്യണം. അത് പലപ്പോഴും ഒന്നിനൊന്ന് വിപരീതമാവാനും സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. ഒരേ സമയത്ത് തന്നെ മുത്തശ്ശനും പേരക്കുട്ടിക്കും വേണ്ടത് ഒന്നല്ല എന്നുള്ള ഉറപ്പാണല്ലോ. അപ്പോൾ ആ ഒരു അവരുടെ അഭീഷ്ടം, മുത്തശ്ശൻ്റെ അഭീഷ്ടം ഈ കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കുട്ടിക്കത് വിപരീതമാണ്. അപ്പോൾ ഒന്നുകിൽ രണ്ടും ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യം വരാതെ കണ്ട് ചെയ്യുക. ഇത് ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്, കടമയാണ്. ഈ ബന്ധങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ പാലിക്കേണ്ടത് പാലിക്കുക തന്നെ വേണം. ഇങ്ങനെ മുടക്കം വരാതെ കണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യണം. എല്ലാ കർമ്മങ്ങൾക്കും ഈ ഭഗവത് പ്രീതി ലക്ഷ്യമാക്കണം. ദേഹം ചിലപ്പോൾ പറഞ്ഞത് കൂട്ടാക്കില്ല,
ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വരാം, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ വരാം. അപ്പോൾ അത് വരാതിരിക്കാൻ ഒരു പ്രിക്കോഷൻ നമ്മൾ എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആഹാര നിയന്ത്രണം, അതേപോലെ സ്വാർത്ഥം, തിന്മ, ഇത് രണ്ടും ഒഴിവാക്കിയല്ലാണ്ട്, സ്വാർത്ഥവും തിന്മയും ഒഴിവാക്കിയല്ലാണ്ട് ഇത് മുഴുവൻ ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ അതിനാവും പാതിവ്രത്യം എന്ന് പറഞ്ഞത്. പാതിവ്രത്യത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ കണ്ടത് ഭർത്താവിനെ മാത്രം ശുശ്രൂഷിക്കുക എന്നതല്ല, ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നതാണ് സാമാന്യേന മനു പറഞ്ഞിട്ടുള്ളത്. അത് പാതിവ്രത്യം. അതല്ല, നമ്മളെ ഭരിക്കുന്നവരൊക്കെ നമ്മുടെ ഭർത്താവാണ്. രാജാവ് ഭർത്താവാണ്, ഈശ്വരൻ ഭർത്താവാണ്, ഗുരു ഭർത്താവാണ്. അപ്പോൾ അവിടെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നത് പാതിവ്രത്യത്തിൽ പെടും എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ ആ വ്യാഖ്യാന പ്രകാരമാണ് വെച്ചാൽ ഭാര്യ മാത്രമല്ല, സ്ത്രീ മാത്രമല്ല ഈ പാതിവ്രത്യം ചെയ്യേണ്ടത്, പുരുഷനും പാതിവ്രത്യം ചെയ്യണം. നമ്മളെ ഭരിക്കുന്നത്, ആണുങ്ങളെ ഭരിക്കുന്നത് രാജാവാണ്, ഗുരുവാണ്, ഈശ്വരനാണ്. അച്ഛനമ്മമാര്, മുത്തശ്ശന്മാര്, ഇവരൊക്കെ നമ്മളെ ഭരിക്കുന്നവരാണ്. നമ്മളെയൊക്കെ പ്രായം കൂടിയതായിട്ടുള്ള ജ്യേഷ്ഠൻ നമ്മളെ ഭരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ സേവനം ചെയ്യണം. അത് കലിക്കാലത്ത് ഈ പല കോംപ്ലക്സുകളുണ്ടല്ലോ, ഇൻഫീരിയോറിറ്റി, സുപ്പീരിയോറിറ്റി, ഈഗോ, അതൊക്കെ വലിയ പ്രശ്നമാണ്. അപകർഷതാബോധങ്ങൾ വന്നിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നാവില്ലേ. അപ്പം അങ്ങനെയൊന്നും തോന്നുക പോലും ചെയ്യരുത്. ഈ യാഗയോഗാദികൾ കരിക്കാലത്തിൽ എളുപ്പമല്ലാത്തത് കൊണ്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള പരോപകാരം എന്ന നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു കൊടുക്കാം എന്നതാണ്. അപ്പം അത് ഒന്ന് ഒരു പ്രീ പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം എന്ന് തന്നെയാണ്. വൈരാഗ്യം നേടാൻ വേണ്ടിയിട്ട് കർമ്മയോഗം കൊണ്ട് ഈ അന്യോപകാരം ചെയ്തു കഴിഞ്ഞാൽ പൂജയ്ക്ക് സമമാണ് എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയണം. ഈ ജീവൻ ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നത് അതിൻ്റെ ഓജസ്സും തേജസ്സും ഉള്ള അത്രയും കാലം ഈ പരോപകാരം ചെയ്യിക്കാനാണ്. ജീവൻ ഈ ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇപ്പം മരത്തിൽ താമസിക്കുന്നതായിട്ടുള്ള കൂട് കെട്ടിയിട്ടുള്ള ഒരു കിളി ആ മരം മുറിക്കുന്നതിന് മുമ്പേ കിളി പറന്നു പോകും. എന്ന കൂട്ടത്തിൽ ഈ മനുഷ്യൻ വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് മർത്യ ശരീരത്തിൽ ജീവൻ കയറുമ്പോൾ ആ ജീവൻ ഈ ശരീരം ഒരു പരിധി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശരീരത്തെ ഉപേക്ഷിച്ച് പോകും. അപ്പോൾ ഭഗവാൻ പറയുന്ന ഒരു കാര്യം ഇവിടെ യമൻ്റെ വെട്ടാണ് ഹൃദയമിടിപ്പ് എന്നാണ്. ഈ മരം മുറിക്കൽ, ആ ഹൃദയമിടിപ്പ് അത് ഇത്ര മിടിക്കുക എന്നൊക്കെ കണക്കുണ്ട്. അപ്പോൾ ആ കണക്ക് പ്രകാരം ഇത്ര തവണയാണ് ഈ ഹൃദയം മിടിക്കുക, നമ്മൾ ഗ്യാരണ്ടി എന്നൊക്കെ പറയില്ലേ, അത് ഇത്രയാണ്. 27,000 മുതലെന്ന് കൂട്ടുക, 40,000 വരെയുള്ള ദിവസങ്ങളാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര എന്നൊക്കെ ഒരു കണക്കുണ്ട്. ഈ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ എത്ര എന്നൊക്കെ കണക്കുണ്ട്. അപ്പോൾ അത് കണക്കാക്കുമ്പോൾ യമൻ്റെ വെട്ടായിട്ട് ഓരോ മിടിപ്പും കണക്കാക്കിയാൽ ആ കോടികളുടെ എണ്ണം കഴിഞ്ഞു, പിന്നെ മിടിക്കില്ല. നമ്മുടെ ആയുസ് കലികാലത്തിൽ കുറവാണ്, സമയം വെറുതെ നഷ്ടമാകും. കാരണം കൂടുതൽ സമയം നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. രാത്രി പോലും പകലാക്കും എന്ന് വെച്ചാൽ അത്രയും വെളിച്ചം. അതേപോലെ എല്ലാ ആഴ്ചയിലും പണി, അങ്ങനെ പലതും ഉണ്ടല്ലോ. ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നില്ല. എന്നിട്ടും വേണ്ടതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ ചെയ്യും. വേണ്ടതിനെ ചിലപ്പോൾ വിട്ടുപോവുകയും ചെയ്യും. കാരണം ശരീര പോഷണം
അതിൻ്റെ ഉല്ലാസങ്ങൾ. ഇപ്പോൾ നിർബന്ധമായിട്ടും ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം ലീവ് ആണ്. ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കാനുള്ളതാണ്. ഇന്ന് ആ ആഘോഷം വീട്ടുപണികളിൽ ഒതുങ്ങുന്ന വീട്ടമ്മമാർ, ദൂരയാത്രയ്ക്ക് പോകുന്നതായിട്ടുള്ള ചെറുപ്പക്കാർ, തീർത്ഥയാത്രയ്ക്ക് പോകുന്ന റിട്ടയേർഡ് ജീവനക്കാർ, അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, 60 വയസ്സ് കഴിഞ്ഞാൽ തീർത്ഥാടനം ചെയ്യുന്നവർ. അപ്പോൾ ശരീരപോഷണം ആണ് അതിൻ്റെ ലക്ഷ്യം. അതല്ലാതെ കൊണ്ട് അവിടേക്കൊന്ന് കണ്ടുപോരാലോ, അത്രയ്ക്കൊക്കെ ഉള്ളൂ തീർത്ഥാടനത്തിൻ്റെ. യഥാർത്ഥത്തിലുള്ള തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അതല്ല. അവിടെ താമസിക്കുന്ന സജ്ജനങ്ങളുമായിട്ട് സത്സംഗം ചെയ്ത്, നമ്മളിപ്പോൾ ചെയ്യാറൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് അയോധ്യയിൽ പോയി, ബദരിയിൽ പോയി, അവിടെ ഒരു ഭാഗവതമൊക്കെ ഒരാഴ്ച താമസിച്ച് പാരായണം ചെയ്ത്, അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് കേട്ട് പോരും. അപ്പോൾ നമ്മുടെ ഒരു കടമ, ഒരു ആർട്ടിഫിഷ്യലായിട്ട് അത് ചെയ്തു പോന്നു എന്ന് പറയാം. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്രത്തോളം അത് കയറി ചോദിച്ചാൽ നിശ്ചയ ഈ ബുദ്ധിമുട്ട്, യാത്രാ ബുദ്ധിമുട്ട്, ധനത്തിൻ്റെ നഷ്ടം, അപ്പോൾ അതൊക്കെ ഒരു വിഷയമാണ്. ഈ കലികാലത്തിലെ അതൊക്കെ വിഷയമാണ്. വാഹനങ്ങൾ ഉണ്ടാവുകൊണ്ട് ദൂരത്തെ കീഴടക്കാൻ പ്രയാസമില്ല. പക്ഷേ മറ്റു പല കാര്യങ്ങൾ എത്രത്തോളം ശുദ്ധമാകുന്നുണ്ട്, മനസ്സ് എത്രത്തോളം ശുദ്ധമാകുന്നുണ്ട്, നല്ലോണം മനസ്സിരുത്തണം. അപ്പം ഇങ്ങനെ ശുദ്ധി ഈ സ്വീകരിക്കുന്നത്, ഇപ്പോൾ യാത്ര പോകുമ്പോൾ എന്താ, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, എല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ പലതും നമ്മൾ സ്വീകരിക്കും. അപ്പോൾ അതൊക്കെ ശുദ്ധമാണെങ്കിലോ വളരെ പോസിറ്റീവാണ്. അത് ശുദ്ധമല്ലാണ്ട് വരികയാണെങ്കിലോ അത് നെഗറ്റീവുമാണ്. ഈ നെഗറ്റീവ് പിന്നെ തീർക്കാൻ ആദ്യ ജന്മം വേണേ. ഭഗവാൻ പറയണത് ശരീരത്തെ ഒരു തോണിയായിട്ട് കണക്കാക്കണം. ആ തോണി തുഴയാനുള്ള ആള് ഗുരു ആവണം. രഥമാണെങ്കിൽ ആ മറ്റേ ഈ കടിഞ്ഞാൻ പിടിക്കുന്നത് കൃഷ്ണനാവണം. അർജുനൻ അങ്ങനെയല്ലേ, കൃഷ്ണനല്ലേ, ഗുരു ആവണം. ഈശ്വരൻ അവിടെ കാറ്റാവണം. ജീവൻ യാത്രക്കാരനാണ്. അപ്പോൾ യാത്രക്കാരനായിട്ടുള്ള ഈ ജീവൻ ഈ തോണിയിൽ കയറി കഴിഞ്ഞാൽ, ശരീരമാകുന്ന തോണിയിൽ കയറി കഴിഞ്ഞാൽ, ഈ സംസാര സമുദ്രത്തിൽ എവിടേക്കാണ് പോകേണ്ടത് നിശ്ചയില്ലാണ്ട് ഇങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ്. ആ സമയത്ത് ഗുരു വന്ന് തോണിക്കാരനായി കഴിഞ്ഞാൽ ലക്ഷ്യം അവിടേക്ക് എത്തിക്കും. ആ ലക്ഷ്യത്തിലേക്ക് ഗുരു എത്തിക്കും. അതിന് അനുകൂലമായിട്ട് ഈശ്വരൻ്റെ സഹായം കൂടി ഉണ്ടായാൽ, ആ ഒരു തള്ളൽ, ഒരു ഊർജം കിട്ടൽ, അപ്പം അങ്ങനെ യാത്രക്കാരൻ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും ഗുരു. അപ്പം നമ്മൾ സമ്പാദിക്കുന്നത് മുഴുവൻ അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട എന്നുകൊണ്ട് ഇതില്ലെങ്കിലും കഴിഞ്ഞുകൂടാമെന്ന നിലയ്ക്ക് വൈരാഗ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ കൂട്ടിവെക്കാനുള്ള തോന്നല് ഏതൊക്കെയോ പൂർവ്വജന്മത്തിലെ കർമ്മവാസനയും കാമവാസനയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ സ്ഥായി ഭാവമില്ല. സമുദ്രത്തിലെ തിരമാലയാണ്, തിരമാല പോലെയേ ഉള്ളൂ. ആ തിരമാല എത്ര കാലം അവിടെ നിൽക്കണു, അത് വീണ്ടും ലയിക്കണു. ഇങ്ങനെ നാം നമ്മെ തന്നെ അളക്കുക, നല്ലോണം മനസ്സിലാക്കുക. അങ്ങനെ വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയത്തെ മുഴുവൻ നിയന്ത്രണത്തിലാക്കുക. പ്രാണായാമാദികളെ കൊണ്ട് പ്രാണനെ നിയന്ത്രണത്തിലാക്കുക. ഈശ്വര കഥ കേട്ടുകൊണ്ട് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് ജീവനെ ശുദ്ധമാക്കുക. ഈ ജീവനാകുന്ന യാത്രക്കാരൻ ഒരു രഥത്തിൽ കയറുകയാണെന്ന് വെച്ചാൽ മനസ്സ് കുതിരയാണ്, വിഷയം റോഡാണ്, വഴി ആണ്, ബുദ്ധി കടിഞ്ഞാനാണ്, നുകം പ്രാരബ്ധാണ്, ചക്രം പുണ്യപാപങ്ങളാണ്, സുഖദുഃഖങ്ങളാണ്. അപ്പോൾ നമ്മൾ വളരെയധികം അനുസരിച്ചാൽ മാത്രമേ ഈ ദേഹദേഹി ബന്ധത്തെ ഇല്ലാണ്ടാക്കാൻ കഴിയുള്ളൂ. രാമായണം ഏറ്റവും ആദ്യം പറഞ്ഞുള്ളത് കിം ക്ഷണം, കിം ഋണം, കിം ദൈവം, കിം കണം എന്ന് വിചാരിക്കരുത് എന്നാണ്. കിം ക്ഷണം എന്ന് വിചാരിക്കുന്നവർക്ക്, ക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിൻ്റെ കണക്കാണ്. അപ്പോൾ ആ സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഭഗവാനെ അറിയാനുള്ള വിദ്യ നഷ്ടമാകും, അജ്ഞാനിയായിട്ട് മാറും എന്നാണ്. കിം ക്ഷണം, ഈ
സമയത്തിൻ്റെ മൂല്യം അറിയാതെ കണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിദ്യ ആണ് ഫലം. കിം ഋണം, കടം വാങ്ങിയിട്ട് കടം വാങ്ങിയിട്ടാവുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടും. സ്വസ്ഥത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഭജിക്കുക? നമുക്ക് ഗുരുസേവ ചെയ്യാൻ പറ്റുമോ? ഈശ്വരനെ സേവിക്കാൻ പറ്റുമോ? പറ്റില്ല. സ്വസ്ഥത നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒക്കെ നഷ്ടമാണ്. കിം ദൈവം, എന്ത് ദൈവം, ഇതൊക്കെ നമ്മൾ ചെയ്യണതാ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മുക്തി പോലും കിട്ടില്ല. കിം കണം, ഏറ്റവും ചെറിയതായിട്ടുള്ള ഒരു അരിമണിയായാലും ₹1 നാണയമായാലും നമ്മിലുള്ളതായിട്ടുള്ള എന്തൊക്കെ സമ്പാദ്യങ്ങളുണ്ടോ അതൊന്നുപോലും നശിപ്പിക്കരുത്. ഇന്നിപ്പോൾ ഒരു പുതിയ സിസ്റ്റമാണല്ലോ. ഒരു ലേശം എന്തെങ്കിലും കേടുവന്നു വെച്ചാൽ ആ സാധനം അങ്ങോട്ട് കളഞ്ഞിട്ട് പുതിയത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ സംസ്കാരം സ്വതേ നമുക്ക് ഭാരതീയർക്ക് പറഞ്ഞിട്ടില്ല. ഈ എൻജിനീയർമാർ അവരുടെ ഭാഷയിൽ പറയും, ഒരു എൻജിനീയർ ഒരു വസ്തുവിൻ്റെ എല്ലാ ഭാഗങ്ങളും കേടുവരുന്നത് വരെ കേടുവന്ന സാധനങ്ങളെ റിപ്പയർ ചെയ്തുകൊണ്ട് പുതുക്കി അതിൻ്റെ പരമാവധി ലൈഫ് ടൈം കൂട്ടണം എന്ന്. ഒരു യന്ത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ 15 കൊല്ലമാണ് അതിൻ്റെ ആയുസ്സെന്ന് കൂട്ടുക. ഒരു നല്ല എൻജിനീയറുടെ കയ്യിലാണെങ്കിൽ അത് 150 കൊല്ലം നിലനിൽക്കും. 100 കൊല്ലം പഴക്കമുള്ള കാറൊക്കെ കണ്ടിട്ടില്ലേ? 15 കൊല്ലമല്ലേ സാധാരണ ലൈഫ് ഗ്യാരണ്ടി. പക്ഷെ 100 കൊല്ലം കഴിഞ്ഞുള്ള കാറുണ്ട്. എന്താ കാരണം? ആ എൻജിനീയർ ആരോ ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, അതിൻ്റെ ഉടമസ്ഥനായിക്കോളുന്നില്ല എൻജിനീയർ. അങ്ങനെ ഉപയോഗിക്കണമെന്നാണ്. ഇന്നത്തെ കാലത്തിൽ കരികാലമായതുകൊണ്ട് ആ കാറിൻ്റെ വില ഒരു പക്ഷേ ഒരു 10 കാറിൻ്റെ വില ഉണ്ടാവും, അത് വേറെ വിഷയം. പക്ഷെ ആ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം. ഈ ജീവാത്മാവിനെ എത്രത്തോളം ശുദ്ധമാക്കി പരമാത്മാവിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളെ ചെയ്യുന്നു എന്നതാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ പരിണത ഫലമായിട്ടുള്ള വിവേകം എന്നത്. തദ്ോദയതേ വിവേക. എപ്പോഴാണ് വിവേകം ഉദിക്കുക? ഭാഗവതത്തെ നല്ലോണം അറിഞ്ഞാൽ, അന്ധകരണം ഭഗവതർപ്പിതമായാൽ, മനോബുദ്ധിര അഹങ്കാരചിത്തം ഭഗവതർപ്പിതമായാൽ, കർമ്മം ചെയ്യുന്നവൻ ദേഹിയാണ്, ഭുജിപ്പിപ്പവൻ ഈശ്വരനാണ്, സുഖദുഃഖങ്ങൾ ഭോഗമാണ്, മോക്ഷം എന്നതാണ് അതിൻ്റെ ഫലം. നമ്മൾ വേറൊരാളാൽ നമ്മൾ ഉദ്ധരിക്കപ്പെടുകയില്ല. ഗീതയിൽ അങ്ങനെയാണ് പറയണത്, ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. അവിടെ ആത്മാവ് എന്നുള്ളത് ജീവാത്മാവാണ്. ജീവനും മനസ്സും കൂടിയിട്ടുള്ള ഈ ബന്ധമാണ് ശരീരത്തെ കൊണ്ട് ഇന്ദ്രിയത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ജീവാത്മാവിനെ നമുക്ക് പാപങ്ങളിൽ നിന്നൊക്കെ മോചനം നേടിക്കൊണ്ട്, പാപവാസനയിൽ നിന്നും മോചനം നേടിക്കൊണ്ട് പുത്തനാക്കാൻ സാധിക്കും, പുണ്യം ആർജിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ശത്രു നമ്മൾ തന്നെ. ഉദ്ധരിക്കുകയാണെങ്കിലോ നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ നിശ്ചയിച്ചതായിട്ടുള്ള, ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള മാർഗം ഭക്തിയോഗമാണ്. ഭക്തിയോഗമുണ്ടെങ്കിൽ ആ ഭക്തന് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. മോക്ഷം പോലും വേണ്ടാത്തതായിട്ടുള്ള ആ ഭക്തനെ എന്താണോ ഭക്തൻ്റെ ഇഷ്ടം അതിനനുസരിച്ച് ഭഗവാൻ കൊടുത്ത് സന്തോഷിപ്പിക്കും. ഒന്നും വേണ്ടാത്തയാൾക്ക് ഒന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹനുമാൻ രാമ 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 ജപിച്ചുകൊണ്ട് അങ്ങനെയാണ് മുക്തി നേടിയത്. ഇപ്പോഴും മുക്തനായിട്ടില്ല. നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിക്കിലും എത്തുന്നു. അപ്പം നമുക്കും ഇതേപോലെ തന്നെയുള്ള ഒരു കടപ്പാട് ഈ ഭക്തന്മാരോടുണ്ട്. ദേവി ഭാഗവതം പറയുന്നുണ്ട്, ലോകനാഥേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ രക്ഷിക്കാൻ തയ്യാറാവും. രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കടപ്പെട്ടവളായി എന്ന. അപ്പോൾ അത്രയും കൂടുതൽ പ്രാധാന്യം നമ്മൾ ഈ ഉപാസനയ്ക്കുണ്ട് എന്ന്. അത് തന്നെയാണ് ഇപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞത്. ഉപാസന എന്നത് കർത്തവ്യമായിട്ട് ചെയ്യണം. മോക്ഷമാവണം ലക്ഷ്യം.
ഇവിടെ ഓങ്കാരമാകുന്ന വില്ല് ഉപാസനയാണത്. അതിൽ ശരം ജീവനാണത്. ലക്ഷ്യം ബ്രഹ്മമാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഉപദേശമാണ് ഉപാസനയാകുന്ന ഈ വില്ല്, ശരമാകുന്ന ഈ ജീവനെ ലക്ഷ്യമാകുന്ന ബ്രഹ്മത്തിലേക്ക് തൊടുക്കുക, വിട്ടുകൊടുക്കുക എന്ന ആ കർമ്മം. ഉപാസനയുടെ മറ്റൊരു ഭാവമാണ് കർമ്മം. നമ്മൾ മുക്തിയിലേക്ക് എത്തും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വളരെയധികം എത്രത്തോളം ശുദ്ധമാക്കാൻ സാധിക്കുമോ അത്രത്തോളം. അതായത് ദുർഗന്ധം വന്നു വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഒഴിഞ്ഞു പോകുന്നത്, അതേപോലെ വയറ് കേടുവന്നു കഴിഞ്ഞാൽ, നമ്മൾ അജീർണം വന്നു കഴിഞ്ഞാൽ ദഹിക്കാത്തതിനെ ഛർദ്ദിക്കുന്നത് എങ്ങനെയാണോ, അതേപോലെ നമ്മൾ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള എന്തെങ്കിലും രൂപം കാണുക, അതേപോലെ നമുക്ക് ഇഷ്ടമല്ലാത്ത രൂപത്തെ എന്തെങ്കിലും കാണുക, നമ്മൾ അവിടെ നിന്ന് എങ്ങനെയാണ് കണ്ണിനെ അടച്ചിട്ട് അല്ലെങ്കിൽ കണ്ണിനെ പിന്നെ അവിടെ കാണിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോണത്, തൊലി വ്രണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം, ഇഷ്ടമല്ലാത്ത ശബ്ദം, പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ പോകുന്നത്, അതേപോലെ ഈ ചീത്തകളിൽ നിന്ന് മുഴുവൻ നമ്മൾ ഒഴിഞ്ഞു പോകണം. എങ്ങനെയൊക്കെയാണ് ചീത്തകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുക? അന്യൻ്റെ കുറ്റം പറയുകയാണെന്ന് വെച്ചാൽ അത് കേൾക്കലാണല്ലോ. അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. ഭഗവൻ നിന്ദ, ഗുരു നിന്ദ ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ അത് കേൾക്കരുത്, അവിടെ നിന്ന് പോകണം. അങ്ങനെ ഓരോന്നും കാണലും കേൾക്കലും ഒക്കെ. ദേവന്മാര് ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, അതിൻ്റെ ഗുണഫലം, ദേവന്മാരെ കാണാൻ വരുന്ന ഭക്തന്മാര് സജ്ജനം. അപ്പോൾ ദേവന്മാര് സത്ത് ആണ്, ഈ ഭക്തന്മാര് സത്ത് ആണ്. നമ്മൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു സൽപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവിടെ സംസർഗം സത്ത് ആയി, സജ്ജന സംസർഗമായി, സത്സംഗമായി, നിവൃത്തിമാർഗത്തിലേക്ക് എത്തി. അതാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ ഗുണം. അവിടെ നമ്മൾ വഴിപാടുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതൊക്കെ മുക്തിമാർഗമായിട്ട് മാറി. നമ്മളുള്ള ഈ 36 നന്മകളും നമ്മളറിയാതെ കണ്ട് ഗുണഫലമായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഈ തിന്മകൾ മുഴുവൻ നമ്മിൽ നിന്ന് ഒഴിവായി പോകും. നമ്മുടെ ദുഃഖത്തിന് കാരണമായിട്ടുള്ള രോഗമായാലും മരണമായാലും അവിദ്യയായാലും അനപത്യതായാലും അതൊക്കെ നമ്മിൽ നിന്ന് ഭഗവാൻ തീർത്തും നീക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മൾ ഒരിക്കലും പരോപദ്രവം സ്മരിക്കുക പോലും ചെയ്യാൻ പാടില്ല. പരോപദ്രവത്തെക്കുറിച്ച് അഥവാ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രേരണ എന്നല്ല, അങ്ങനെ ഒരു വന്നുവോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അതിന് അപ്പം പരിഹാരം ചെയ്യണമെന്നാ. നല്ല ദേശത്ത് താമസിക്കുക, ബ്രാഹ്മണരെ തൊട്ടുള്ളവരുള്ള സ്ഥലത്ത്, കൃഷ്ണമൃഗം, അതേപോലെ ഉപാസനാമൂർത്തി ഭഗവാൻ ഉള്ള ഭഗവാനെ പ്രതിഷ്ഠിച്ചാലുള്ള ക്ഷേത്രമുള്ള സ്ഥലത്ത് താമസിക്കുക, ആലിൻ്റെ ചോട്ടിൽ, അതേപോലെ തുളസി നട്ട് നനയ്ക്കുക, അങ്ങനെയല്ലേ. ഇതൊക്കെ നമ്മളാൽ ഉണ്ടാക്കപ്പെടുന്നതായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ഒരു സത്സംഗ ക്രിയേഷൻസ് ആണ്. അതായത് നമ്മൾ തന്നെ ഇന്ന ദിക്കിൽ, ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തീർത്ഥാടന ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് ഞാൻ അവിടെ താമസിക്കുന്നേ ഉള്ളൂ കേട്ടോ, അങ്ങോട്ട് പോരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു വീടൊക്കെ വാങ്ങി താമസിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതേപോലെ എല്ലാവരെയും എന്നും ബഹുമാനിച്ചുകൊണ്ട്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു 24 ഗുരുക്കന്മാരിൽ, ദത്താത്രേയൻ പറഞ്ഞത് എല്ലാവരിലും ഗുരുത്വം ഉണ്ട് എന്നാണ്. ആ എല്ലാവരെയും ഗുരുവായി കണ്ടുകൊണ്ട് എത്രത്തോളം ഇപ്പോൾ എല്ലാവരെയും ഭഗവാനായിട്ട് കണ്ടുവന്ന് കൂട്ടുക. അപ്പോൾ ഒരു അതിഥി വീട്ടിൽ വരുമ്പോൾ ആ അതിഥിക്ക് എങ്ങനെ വേണം നല്ലോണം അടിച്ച് വാരി വൃത്തിയാക്കി, അതേപോലെ എന്തൊക്കെയാണോ നമ്മളാ കൊടുക്കപ്പെടേണ്ടത് അതെല്ലാം കൊടുത്തുകൊണ്ട്, അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, ദാനാദികൾ ചെയ്തുകൊണ്ട്, അവർക്ക്
എന്താണോ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കണം. ഓരോരുത്തർക്കും ഓരോന്നാണ് വേണ്ടി വരിക. ചിലർക്ക് ധനമാണ്, ചിലർക്ക് നല്ല സേവനമാണ്, ചിലർക്ക് ആഹാരമാണ്, ചിലർക്ക് പശുവാണ് വേണ്ട വെച്ചാൽ അത്, അല്ല ഭൂമിയാണ് വേണ്ട വെച്ചാൽ അത്, പലതാണ്. അത് എന്താ അറിഞ്ഞു കൊടുക്കുക. ചിലർക്ക് സേവനം മാത്രമേ വേണ്ടിയുള്ളൂ, ചിലർ ഗുരുവായിട്ടാണ് വരിക. അപ്പം നമ്മൾ വിദ്യ സ്വീകരിക്കുക വേണ്ടത്. അവിടെ നമ്മൾ കൊടുക്കുന്നത് വിദ്യ സ്വീകരിക്കുക എന്ന ഭാവമാണ്. ഈ ആചാര്യന്മാർ സ്മരിക്കാറുണ്ട്, ചാണക്യൻ്റെ ശിഷ്യനായിട്ട് ചന്ദ്രഗുപ്ത മൗര്യൻ സേവനം ചെയ്തു കഴിഞ്ഞപ്പോൾ മറ്റൊരു സാമ്രാജ്യത്തെ ആ ചന്ദ്രഗുപ്ത മൗര്യനാൽ സ്ഥാപിക്കപ്പെട്ടു. ചാണക്യൻ്റെയാണ് കഴിവ്. പ്രയോഗിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനിലൂടെയാണ്. അപ്പോൾ അത്രയും പ്രാധാന്യം അതാണ് ഗുരുസേവനത്തിൻ്റെ. ഗുരുസേവനം അതാണ്. പ്രായത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് കർമ്മവ്യത്യാസങ്ങളൊക്കെ വരും. അത് വസ്തു ലഭ്യത, ആരോഗ്യം, ഇങ്ങനെ പലതും കണക്കാക്കാനുണ്ട്. അതൊക്കെ കണക്കാക്കിയിട്ട് വേണം. ശുദ്ധം ആവുക എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ സ്നാനം ചെയ്താലാണ് ശുദ്ധാവുക, ഉപാസന ചെയ്താലാണ് മനഃശുദ്ധി കിട്ടുക. അതേപോലെ തന്നെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു ഭഗവാൻ. ഇപ്പോൾ ധാന്യങ്ങൾ കാറ്റത്തിട്ടിട്ടാണ് ഉണക്കുക. മരപ്പാത്രങ്ങളൊക്കെ മണ്ണ് കൊണ്ടാണ് ശുദ്ധാക്കുക. ശരീരമൊക്കെ മണ്ണ് കൊണ്ടാണ് ശുദ്ധാക്കുക. പുറ്റുമണ്ണ് കൊണ്ടൊക്കെ ശുദ്ധാക്കാറുണ്ട്. അതുപോലെ സ്വർണം തീയിലിട്ടിട്ടാണ്. ആനക്കൊമ്പ് വെയിലത്ത് കാറ്റത്തൊക്കെയാണ് ആനക്കൊമ്പ് ശുദ്ധാക്കുക. നെയ്യ് പാലൊക്കെ തിളപ്പിച്ചിട്ടാണ് ശുദ്ധാക്കുക. മാൻതോല് എണ്ണയിലിട്ടിട്ടാണ് ശുദ്ധാക്കുക. അപ്പോൾ പലതരത്തിൽപ്പെട്ടതായുള്ള ശുദ്ധി പ്രക്രിയകളുണ്ട്. അത് ഓരോന്നിനും ഓരോന്നാണല്ലോ വേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ അറിഞ്ഞിട്ട് പഠിച്ചിട്ട് ചെയ്യണം എന്നർത്ഥം. അതുപോലെ നിത്യം ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഈ നിത്യം നീക്കുക. മൂന്നാമത്തെ യാമം കഴിഞ്ഞാൽ നാലാമത്തെ യാമം തുടങ്ങുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് സന്ധ്യാവന്തനാദികളെല്ലാം ചെയ്ത് പുത്തനുടുപ്പ് അല്ലെങ്കിൽ അലക്കി അങ്ങനെയുള്ള നല്ലോണം വെളുത്ത ശുദ്ധിയുള്ള ഉടുപ്പിട്ടിട്ട് പഞ്ചദേവ നമസ്കാരാദികളെ ചെയ്ത് പഞ്ചയജ്ഞങ്ങളൊക്കെ ചെയ്ത് പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ കാണുക, തൊടുക, ധ്യാനിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ ഏറ്റവും ശുദ്ധമായിട്ട് ഭഗവത്പരമായിട്ട്. പിന്നെ ദാനാദികൾ, ക്ഷേത്ര ദർശനം, പ്രദക്ഷിണം, നമസ്കാരം, പ്രസാദം കഴിക്കൽ, അതേപോലെ മന്ത്രോപാസനകൾ, ഔഷധസേവ, രത്നം കാണുക, കല്ല്, കത്തി, തീയ്, നെല്ല്, പൊന്ന്, ചാണകം, ജലം, ദർഭ, തുളസി, ഇങ്ങനെയൊക്കെ ഒരിടം കാണൽ. നല്ലത് കാണുക എന്നർത്ഥം. നല്ലത് കാണണേ, നല്ലത് കേൾക്കണേ, നല്ലത് സ്മരിക്കണേ, നല്ലത് ചിന്തിക്കണേ, നല്ലത് കഴിക്കണേ, നല്ലത് വരുത്തണേ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നല്ലത് കുറേ ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ സാഹചര്യം അനുസരിച്ച് നമുക്ക് കിട്ടുന്നത് മുഴുവൻ ഈ ജീവൻ്റെ ശുദ്ധിക്കാണ് ചെയ്യുന്നത്. ദേഹശുദ്ധിയായാലും മനഃശുദ്ധിയായാലും ബാക്കിയുള്ള എല്ലാ ശുദ്ധികളായാലും നമ്മൾ 10-12 പറഞ്ഞു നേരത്തെ. അപ്പോൾ അത് മുഴുവൻ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അത് മുഴുവൻ ഈ ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പശുവിനെയൊക്കെ നല്ലോണം കഴുകി തൊഴുത്തൊക്കെ വൃത്തിയാക്കി തീറ്റയൊക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ കുളിച്ച് ഭക്ഷണം കഴിക്കണം. അതേ ആൾ തന്നെ ഈ പശുവിൽ നിന്നും ചാണകവും ഗോമൂത്രവും മറ്റേ തൈരും പാലും നെയ്യും കൂട്ടിയിട്ടുള്ള ഈ പഞ്ചഗവ്യം അത് ഭഗവാൻ അഭിഷേകം ചെയ്ത് നേദിച്ച് തീർത്ഥമായിട്ട് സ്വീകരിക്കാറുണ്ട്, അത് കഴിക്കാറുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാവുമല്ലോ. അതേപോലെ യാഗത്തിലെ പശുഹിംസ അത് അഹിംസയാണ്. ഇപ്പം നമ്മൾ അറിയാണ്ടൊരു തെറ്റ് ചെയ്തു എന്ന് കൂട്ടുക, നമ്മുടെ മനസ്സിനെ അത് ബാധിച്ചിട്ടില്ലെങ്കിൽ ആ തെറ്റും ഒരു ശരിയാണ് എന്ന് സാരം. ചിലതൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും. ഇപ്പോൾ കുട്ടികൾ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് അവർ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ആവശ്യമുണ്ട്, എന്നാൽ കൺട്രോൾ ചെയ്യാനുള്ള സമയമായിട്ടുമില്ല. ഒരു വടി കണ്ടു, അത് മുറിക്കണം വെച്ചാൽ പിശാന്തി തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാന്തി കൊടുക്കാറില്ല, അവിടെ നിഷേധിക്കണം. ഒഴിവില്ല വെച്ചാൽ ആ പിശാന്തി മുറിക്കാൻ ഒഴിവില്ല, അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അവിടെ നിഷേധമാണ്. 2 വയസ്സ് 3 വയസ്സ് പ്രായം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ബാലനെ നിഷേധിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഇവിടെ അതിനേക്കാൾ പ്രധാനപ്പെട്ട പണിയാണെന്ന് വെച്ചാൽ ആ നിഷേധം. അപ്പോൾ നമുക്ക്
ഇതൊരു വിഷയമാണല്ലോ. കാരണം പാപാവോ? പാപാണ്, പക്ഷെ അത് പാപമല്ല. അതാണ്. അങ്ങനെ വിവേകത്തോട് കൂടിയിട്ട് വിവേചനം ചെയ്യണം. അതാണ് ബുദ്ധി വിശകലനം ചെയ്യണം എന്നർത്ഥം. അങ്ങനെയാണ്. അതേപോലെ കണ്ണുകൊണ്ട് കാണേണ്ടത് കാണുക തന്നെ വേണം, അല്ലാണ്ട് മയിൽപ്പീലി കണ്ണാക്കിയിട്ട് കാര്യമില്ല. 2-ാമത്തെ സ്കന്ധത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെയും ആവർത്തിക്കുകയാണ്. ശ്വസിക്കുന്നുണ്ട്, വെറുതെ മൂക്കിൽ അങ്ങനെ ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് കാര്യമില്ല. ഈ തുളസി മണം സ്വീകരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അതേപോലെ ജീവിതം സുരക്ഷിതമാക്കണം, നഷ്ടമാക്കരുത്, ജന്മനഷ്ടം സംഭവിക്കരുത്. ഭാര്യയെ സ്വീകരിക്കുന്നത് പരമ്പര ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്, ധനം സൽക്കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വിദ്യ മുക്തിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഭഗവാൻ തരുന്നതായിട്ടുള്ള ഇതൊക്കെ സമ്പാദ്യങ്ങളാണ്. ആ സമ്പാദ്യങ്ങളെ മുഴുവൻ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ലക്ഷ്യം മുക്തിയാണ്. ഇങ്ങനെ ഒരു ഉദാഹരണം അവിടെ പറഞ്ഞത്, നമ്മൾ കുട്ടിക്ക് അസുഖം വന്നു, വൈദ്യര് കഷായമാണ് വിധിച്ചത്. കഷായം കഴിപ്പിക്കുകയാണെന്ന് വെച്ചാൽ വേണ്ടച്ചാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? കുട്ടികൾ കഴിക്കില്ല. കഷായം കഴിച്ചാൽ കൽക്കണ്ടം തരാട്ടോ എന്ന് പറയും. കൽക്കണ്ടം കഴിപ്പിക്കലല്ലോ കുട്ടിയുടെ ഈ മറ്റേ അമ്മയുടെ ലക്ഷ്യം. കഷായം കഴിപ്പിക്കലും അല്ലല്ലോ അമ്മയുടെ ലക്ഷ്യം. രോഗം മാറലല്ലേ. അപ്പോൾ ലക്ഷ്യം പഴിച്ചാൽ കഴിഞ്ഞു. ഈ കഷായം കഴിപ്പിക്കലാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയണവരുണ്ട്. കഷായം കഴിപ്പിക്കലല്ല, രോഗം മാറലാണ് ലക്ഷ്യം. പഴിക്കുന്നത് അങ്ങനെയാണ്. കഷായം കഴിപ്പിക്കലായിട്ട് മാറുമ്പോഴാണ് ഈ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളെ സ്കെയിൽ കൊണ്ട് അടിക്കണതേ. അവിടെ പിഴവ്. അപ്പം അങ്ങനെ സംഭവിക്കരുത്. നമുക്ക് വിവേചനം തന്നിരിക്കുന്നത്, ഈ ബുദ്ധി, വിശേഷ ബുദ്ധി തന്നിരിക്കുന്നത് അത് നല്ലോണം വിശകലനം ചെയ്യാനാ. അതേപോലെ ബന്ധങ്ങൾ ഒരു ഭാരമായിട്ട് മാറരുത്, ആസക്തിയോട് കൂടിയിട്ട് അങ്ങനെ വരരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ജീവൻ സ്വതന്ത്രമാണ് എന്ന് കണക്കാക്കണം. ഇത് ഞാനല്ലാണ്ട് എങ്ങനെയാ വേറൊരാൾ? ഇപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും 3 മക്കളുണ്ട്. 3 തരത്തിൽപ്പെട്ടതായിട്ടുള്ള സേവനം ചെയ്യാൻ 3 പേർക്കും പറ്റും. അവരുടെ പത്നിമാരുണ്ട് വെച്ചാൽ അവർക്കും അതേ കടമകളുണ്ട്. അതെല്ലാം കൂടിയിട്ട് ഒരാളെ ഏറ്റെടുക്കണ്ട, 3 ആളും കൂടി ചെയ്യുന്നതാണ് വേണ്ടത്. അപ്പോൾ അവിടെ അവനവൻ്റെ എല്ലാ കർമ്മങ്ങളും ഒഴിവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതും ഒരു നഷ്ടമാണെന്നർത്ഥം. അച്ഛനമ്മയും നോക്കലല്ലേ, എനിക്ക് നഷ്ടമൊന്നും വരില്ല, അങ്ങനെയല്ല. അതും വേണം, ഇതും വേണം. അവിടെ വിവേചനം വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ, പ്രവൃത്തി ചെയ്യുമ്പോൾ ഫലമല്ലേ ലക്ഷ്യമാക്കേണ്ടത് എന്ന് വിചാരിക്കരുത്. പ്രവൃത്തി ചെയ്യുമ്പോൾ പ്രവൃത്തിയുടെ പൂർണ്ണതയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. വാമനാവതാരത്തിൽ പറയുന്നുണ്ട്, ബലിയും മുക്തനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ശുക്രാചാര്യോട് പറഞ്ഞു യാഗം പൂർത്തിയാക്കൂ എന്ന്. അപ്പോൾ അങ്ങ് വന്നു, ബലിക്ക് അനുഗ്രഹം കൊടുത്തു. ഇനി എന്താ യാഗം പൂർത്തിയാവാനുള്ളത് ചോദിച്ചു. അഥവാ ലോപം വന്നിട്ട് വെച്ചാൽ നാമം ജപിച്ചാൽ മതി. പ്രഹ്ലാദനും വന്നു, മറ്റേ ബലിയും വന്ധ്യാവലിയും മറ്റേ എല്ലാവരും ഒരേപോലെ നാമം ജപിച്ചത് അതിൻ്റെ പരിപൂർത്തി വന്നിരിക്കണം. ഇനി ആദ്യം ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങനെയല്ല, പൂർത്തീകരിക്കണം എന്നാണ്. അപ്പോൾ എല്ലാ പ്രവൃത്തികൾക്കും പൂർത്തീകരണം വളരെ നിർബന്ധമാണ്. ഇപ്പോൾ പായസത്തിൽ അരി വേവായി പാടില്ല, നമ്മളത് വളരെ ശ്രദ്ധിക്കണം. നേദ്യം അതിനൊരു കണക്കുണ്ട്. ആ കണക്ക് എത്ര വെച്ചാൽ അത്രയും വേവുക തന്നെ വേണം. പിന്നെ മാത്രമല്ല അതിൽ കല്ലോ നെല്ലോ ഒന്നും വരാൻ പാടില്ല, ഭൂമി വരാൻ പാടില്ല, ശുദ്ധമാവണമെന്നർത്ഥം. ഭഗവാൻ പറയണു, ഈ രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചിട്ട് എന്നാൽ ഭക്തനാണ് ഇനി ഹിംസ ചെയ്യണം എന്നൊരാഗ്രഹം വല്ലാതെ കണ്ട് വന്നു വെച്ചാൽ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഹോതാക്കളെ കൂട്ടിക്കോളൂ, യജമാന സ്ഥാനത്ത് ഇരുന്നിട്ട് യാഗം ചെയ്തോളൂ. അപ്പോൾ ഹിംസ എന്നുള്ളത് ഈ യാഗപശുവിനെ ഹിംസിക്കൽ കണ്ടത് കൊണ്ട് അതിന് വളരെ കഷ്ടപ്പാടുണ്ടേ. അതായത് ഈ ജീവനെ മുക്തിപഥത്തിലേക്ക് എത്തിക്കണം ആദ്യം. അതിന് ശേഷം ജീവൻ മുക്തനായതിൻ്റെ ശേഷമാണ് ഈ പ്രക്രിയ പ്രാണനെ ഒഴിവാക്കുന്നത്. പ്രാണനെ ഒഴിവാക്കുന്നത് മൂക്കും വായും 9 ദ്വാരങ്ങളും അടച്ചിട്ടാണ്. മലമൂത്ര ദ്വാരങ്ങൾ അടയ്ക്കും. കാരണം താഴെ കൂടെ ജീവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, പ്രാണൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ജീവന് മുക്തിയില്ലേ. അപ്പോൾ താഴത്തെയാണ് ആദ്യം അടയ്ക്കുക. കലികാലത്തിൽ ഈ
താഴെ താഴെയാണത്രേ മറ്റേ പലപ്പോഴും പോവുക, പ്രാണൻ പോവുക അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. അത് മഹാബദ്ധ. താഴെ കൂടെ പ്രാണൻ പോകാൻ പാടില്ല. അതേപോലെ സയൻറ്റിഫിക്കായിട്ട് പറയാൻ അറിയില്ല, ഡോക്ടർമാർക്ക് അതൊക്കെ അറിയുള്ളൂ, നമുക്കറിയില്ല. ഭാഗവത പ്രകാരം പറയുകയാണ്, യോഗികളൊക്കെ പറയാറുണ്ട് മുകളിലൂടെ തന്നെ പോകണം, അതും കണ്ണും ചെവിയും മൂക്കും വായും അടച്ച്. ആദ്യം അടയ്ക്കുക നമ്മൾ മലമൂത്ര, അതാണ് ബ്രഹ്മരന്ധ്രം പൊട്ടിച്ച് തലയിലെ ഒരു നെറുകയിലൊരു ഹോളുണ്ട്, അടഞ്ഞു കിടക്കുന്ന ഹോളാണ്. ആ ഹോള് തുറന്നിട്ട് വേണം ഈ ജീവൻ പുറത്തേക്ക് പോകാൻ. അപ്പോൾ ഈ ശരീരത്തിൻ്റെ 7ാമത്തെ ഭാഗമാണ് ഈ ഹോള്, ഈ നെറുകയിലുള്ള ബ്രഹ്മരന്ധ്രം. അത് കഴിഞ്ഞാൽ ഒരു ഓറ ഉണ്ടാവും നമ്മുടെ. ആ ഓറ വലുതാണെന്ന് വെച്ചാൽ അതിനെയും ഭേദിക്കണം. അങ്ങനെ 7ാമത്തെയും കടന്ന് 8ാമത്തെ കടക്കണം, അപ്പോഴേ ഭഗവാനിൽ എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾ പശുഹിംസ എന്നുള്ളത് യാഗത്തിലൂടെ അപ്പം ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ്, അപ്പോൾ പിന്നീട് അത് വേണം തോന്നില്ല. അതേപോലെ മാംസാഹാരത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഈ മാംസം ഇത് പ്രസാദമാണ്, അങ്ങനെ അത് കഴിക്കുക വേണ്ട. അതേപോലെ മദ്യാസക്തി എന്താ വെച്ചാൽ ഈ സോമരസം, വള്ളിച്ചാറ്, ചെടിയുടെ ചാറാണത്, അത് ചില ചേരുവകളൊക്കെ ചേർക്കാണ്ട് മന്ത്രബോധമാക്കാണ്ട് അത് കഴിക്കുക വേണ്ട. അതേപോലെ കാമാസക്തി, വിവാഹം കഴിക്കുക, ഒപ്പം പത്നിയെ ഇരുത്തുക. അതേപോലെ സന്താനമാണ് ആഗ്രഹിച്ചാൽ സന്താനത്തെ ഉണ്ടാക്കുക, 10 പുത്രനും 1 പുത്രിയും ഉണ്ടാവാം എന്നാണ്. അപ്പോൾ മാത്രമേ ഈ ഭോഗം പാടുള്ളൂ. അങ്ങനെയായി കഴിഞ്ഞാൽ യജ്ഞവിധിയാണ്, അത് ബ്രഹ്മചര്യമാണ്. ഈ കാമം തീരും ചെയ്യും, പ്രാരബ്ധം തീരും. അപ്പോൾ യജ്ഞങ്ങളുടെ അതി എന്നുള്ളത് ആപത്താണ്. അതായത് ഘോഷമായിട്ട് അലങ്കാരങ്ങൾ കൂടുതലാവുക, അതേപോലെ ആൾക്കാരുടെ കൂട്ടം അത് കൂടുതലാവുക, വേണ്ട രീതിയിലല്ലാതെ പ്ലാൻ ചെയ്യാതെ കണ്ട് അബദ്ധമായി തീരരുത് എന്ന് സാരം, അത്രയേ ഉള്ളൂ. അതി ഒക്കെ ആപത്താണ്, യജ്ഞ ലക്ഷ്യം നിറവേറില്ല. ഇപ്പം ശ്രാദ്ധത്തിന് സ്വതേ ആ ശ്രാദ്ധം ചെയ്യേണ്ടവരെ മാത്രമേ വിളിക്കാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് നിയമം. കല്യാണത്തിന് അങ്ങനെയല്ല, എല്ലാവരെയും വിളിക്കുന്ന, രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അല്ലാണ്ട് ഈ ജീവൻ്റെ ആ ഒരു വേർപാട് വല്ലാതെ കണ്ട് ദുഃഖം അനുഭവിച്ചുകൊണ്ട് വിളിക്കാതിരിക്കുകയല്ല. ശ്രദ്ധയാ ശ്രാദ്ധം എന്നാണ്. അതുകൊണ്ട് ശ്രദ്ധ നഷ്ടപ്പെടും അനവധി ആൾക്കാർ വരുമ്പോഴേ. അപ്പോൾ അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ആളെ വിളിക്കാത്തത്, വേണ്ട എന്ന് തന്നെയാണ്. കല്യാണത്തിന് അങ്ങനെയല്ല, എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഉത്സാഹിക്കും, എല്ലാവരും അനുഗ്രഹം കൊടുക്കുകയും ചെയ്യും, അതാണ്. അപ്പോൾ അതേപോലെ ഈ പ്രവൃത്തികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുണ്യം നല്ലോണം കിട്ടിക്കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് എത്താം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുണ്യം നശിച്ചാൽ വീണ്ടും ഭൂമിയിലേക്ക് വരണം. അപ്പോൾ അതിൻ്റെ ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിയണോട് കൂടിയിട്ട്, കഴിയണതിൻ്റെ മുന്നേ ആയിട്ട് ആ ദേവന്മാർ പ്രാർത്ഥിക്കുന്നത് കലികാലത്തിൽ ഭാരതത്തിൽ ബ്രാഹ്മണനായിട്ട് വേദം അറിഞ്ഞുകൊണ്ട്, വേദാർത്ഥം അറിഞ്ഞുകൊണ്ട് ഭക്തനായിക്കൊണ്ട് ജീവിച്ച് മുക്തി നേടാനാണ്. നാമം ജപിച്ചാൽ മതിയല്ലോ, നാമം ജപിക്കുക, ദാനം ചെയ്യുക, അത്രയേ വേണ്ടൂ കലികാലത്തിൽ, എന്നാൽ മുക്തി കിട്ടുന്നതാണ്. നമുക്കിത് രണ്ടും പറ്റണില്ല. വേദം കർമ്മത്തെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. വേദം കർമ്മത്തെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം നേടാനല്ല, പരോക്ഷമായിട്ടാണ് കർമ്മത്തെ പറഞ്ഞിരിക്കുന്നത്. ഭക്തിഭാവം ഉണ്ടാകാനാണ്, ഈ പ്രാരബ്ധം തീർക്കാനാണ്. അപ്പോൾ ഭക്തന്മാരുടെ ചെയ്തികളെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഭക്തനെ എങ്ങനെയാണോ അനുഗ്രഹിക്കുന്നത്, ഭക്തൻ എങ്ങനെയാണോ ഭഗവാനിൽ നിന്നും ഈ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നത്, ഇതിനെ അറിയുക എന്നതാണ് ഭഗവാൻ ലക്ഷ്യം വെച്ചത്. അപ്പോൾ അത് അറിയാതെ കണ്ട് ചെയ്യുമ്പോൾ കർമ്മടത്വം വരും, അത് ചിലപ്പോൾ ജീവിതം നഷ്ടമാക്കാൻ സാധ്യതയുണ്ട്. അതിലൊക്കെ ച്യുതി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നരകവും കിട്ടും. അപ്പോൾ അത് വരാതിരിക്കാൻ നല്ലോണം മനസ്സിരുത്തണം. ഇങ്ങനെ 4 വേദങ്ങളും അതിൽ 3 വേദങ്ങളും അതാത് സമയത്ത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ സാധിച്ചുവെങ്കിൽ, അർഹതയ്ക്കനുസരിച്ച് അത് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ മുക്തി ഭഗവാൻ നിർബന്ധമായിട്ടും തരുക തന്നെ ചെയ്യും. ഗുരു ഉപാസനയോട് കൂടിയിട്ട്, ഗുരുവിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട്, ഗുരു പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ മുക്തി കിട്ടും എന്ന് പറഞ്ഞ് ആ അധ്യായം 21-ാമത്തെ അധ്യായം അവിടെ അവസാനിപ്പിച്ചു. ഇനി 22-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ്
എല്ലാം താത്വികമാണ് എന്ന് പറഞ്ഞപ്പോൾ തത്വങ്ങൾ എത്രയാണ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ 24 തത്വം, 108 തത്വം, ആ തത്വങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറയാം. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ.